ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ 9th യൂണിറ്റ് ആയിട്ടുള്ള എമിലി ഡിക്കൻസന്റെ ഐ ടേസ്റ്റ് എ ലിക്കർ നെവർ ബ്രൂഡ് ആൻഡ് ഷീ സ്വീപ്സ് വിത്ത് മെനി കളർ റൂംസ് എന്നിങ്ങനെയുള്ള രണ്ട് പോയംസ് ആണ്. സോ നമ്മൾ ഇന്ന് ഈ ഒരു രണ്ട് പോയംസിനെ കുറിച്ച് രണ്ട് പോയമും പഠിക്കാൻ പോവുകയാണ്. ദെൻ അതിൻ്റെ കമ്പാരിസണും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. എമിലി ഡിക്കൻസൺ ഒരു അമേരിക്കൻ കവയത്രിയാണ്. സോ 1830 മെസാച്യുസെറ്റ്സിലാണ് ഈ ഒരു പോയറ്റ് ജനിക്കുന്നത്. ഈ ഒരു പോയറ്റ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വളരെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പോയംസ് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു പോയറ്റിൻ്റെ പോയംസ് എന്ന് പറയുന്നത് നേച്ചർ, അതുപോലെ തന്നെ ആത്മാവ്, ഡെത്ത്, ലവ് എന്നിങ്ങനെയുള്ള തീംസിനെ കുറിച്ചിട്ടായിരുന്നു കൂടുതലും പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പോയറ്റിൻ്റെ പോയംസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളും അതുപോലെ തന്നെ വളരെ സ്ട്രോങ്ങും ആയിട്ടുള്ള ലാംഗ്വേജ് യൂസേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ കവികളിലൊക്കെ ഒരു ആളായിട്ടാണ് എമിലി ഡിക്കൻസിനെ ആ ഒരു കാലയളവിലൊക്കെ ആളുകൾ കണ്ടിരുന്നത്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി പോയം. നമ്മൾ പോയത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഓവറോൾ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ടേസ്റ്റ് എ ലിക്കർ നെവർ ബ്രൂഡ്. ഈ ഒരു പോയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രകൃതിയെ കുറിച്ചിട്ടാണ് കവി പറയുന്നത്. ഈ ഒരു രണ്ട് പോയത്തിലും പ്രകൃതിയെ കുറിച്ചിട്ടാണ് കവി കൂടുതലായിട്ടും പറയുന്നത്. സോ ഈ ഒരു പോയത്തിൽ എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു പോയറ്റിന് ഒരു മദ്യം കഴിച്ചാൽ എങ്ങനെയുള്ള ലഹരിയാണോ ലഭിക്കുന്നത് അതുപോലെയുള്ള ഒരു ലഹരിയാണ് ഈ ഒരു പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് പോയറ്റിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു എയർ, പ്രകൃതിയിലെ എയർ, പൊടിമണ്ണുകൾ, അതുപോലെ തന്നെ മരങ്ങൾ, ഇലകൾ, ഇതൊക്കെ എന്താണ് ഈ ഒരു ചെറിയ കാര്യങ്ങൾ പോലും എന്താണ് ഈ ഒരു പോയറ്റിനെ വളരെയധികം സന്തോഷത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്വർഗീയമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ആണ്, ഈ ഒരു ഹെവൻലി ഹാപ്പിനെസ് ആണ് ഈ ഒരു പോയറ്റിന് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഷീ സ്വീപ്സ് വിത്ത് മെനി കളേർഡ് ബ്രൂംസ്. ഈ ഒരു പോയത്തിൽ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ടൈമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു സന്ധ്യാസമയത്തിനെ കുറിച്ചിട്ടാണ് പോയറ്റ് പറയുന്നത്. ഈ ഒരു ഈവനിങ് ടൈമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കുറച്ച് സൂര്യൻ്റെ വെളിച്ചം കുറച്ച് മങ്ങി തുടങ്ങും. അതുപോലെ തന്നെ സ്കൈ ഒരു ഓറഞ്ച് റെഡിഷ് കളറൊക്കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ നൈറ്റിലേക്ക് കടക്കുന്ന ആ ഒരു ടൈമാണ്. സോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ നേച്ചർ ഒരു വല്ലാത്തൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ, ഒരു കാംനെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പോയറ്റ് ഈ ഒരു സന്ധ്യാസമയം തന്നെ ഈ ഒരു പോയറ്റിൻ്റെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയറ്റിൽ പോയറ്റിന് ഈ ഒരു സന്ധ്യാസമയം എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ പോലെയാണ് പോയറ്റിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ സന്ധ്യാസമയത്തിന് പോയറ്റ് ഒരു വീട്ടമ്മയായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സന്ധ്യാസമയത്ത് സ്കൈ ഒക്കെ റെഡിഷ് കളറിൽ കാണാൻ സാധിക്കില്ലേ. അപ്പോൾ നിറങ്ങൾ കൊണ്ടിട്ട് സ്വീപ്പ് ചെയ്യുകയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. അവൾ നിറങ്ങൾ കൊണ്ട് സ്കൈ ഒക്കെ സ്വീപ്പ് ചെയ്യുക, ആകാശങ്ങളൊക്കെ സ്വീപ്പ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിലുടനീളം സന്ധ്യാസമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ നിറങ്ങളുടെ ചേഞ്ച്, സ്കൈയിലുണ്ടാകുന്ന നിറങ്ങളുടെ ചേഞ്ചുകൾ, അതുപോലെ തന്നെ പ്രകൃതിയിലെ പല മൂവ്മെൻറ്റ്സും ചലനങ്ങളും ഒക്കെയാണ് ഈ ഒരു കവിതയിലൂടെ പോയറ്റ് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സോ എമിലി ഡിക്കൻസൺ എഴുതിയ ഈ ഒരു രണ്ട് കവിതകൾ പ്രകൃതിയുമായിട്ടുള്ള പോയറ്റിൻ്റെ ഒരു ആത്മബന്ധമാണ്, ആഴമുള്ളൊരു ആത്മബന്ധമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ കവിതയിൽ പ്രകൃതിയിലുണ്ടാകുന്ന പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് ഒരു മദ്യം കുടിക്കുമ്പോൾ എന്ത് ആനന്ദമാണോ ലഭിക്കുന്നത് അതുപോലുള്ളൊരു ആനന്ദമായിട്ടാണ് ലഭിക്കുന്നത് എന്ന ഉപമയോടുകൂടിയാണ് പോയറ്റ് പറഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയത്തിൽ സന്ധ്യാസമയത്തിന് വീട് തൂക്കുന്ന ഒരു വീട്ടമ്മയായിട്ടാണ് പോയറ്റ് കാണുന്നത്. സോ ഈ ഒരു രണ്ട് കവിതകളിലെ ഭാഷകളും വളരെയധികം ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്. പക്ഷേ അതിലുള്ള അർത്ഥങ്ങൾ
സിമ്പിളാണെങ്കിലും കൂടെ അതിലുള്ള അർത്ഥങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ആഴത്തിലുള്ളതും സ്ട്രോങ് ആയിട്ടുള്ള മീനിങ്ങും കാര്യങ്ങളുമാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 പോയിട്ട് എന്താണ് പ്രകൃതിയിലുള്ള ജീവിതത്തെയൊക്കെ മറ്റൊരു പ്രകൃതിയെയും ജീവിതത്തെയൊക്കെ വേറൊരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു 2 പോയത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ കമ്പാരിസൺ. ഈ ഒരു 2 പോയത്തിലും കോമൺ ആയിട്ട് പോയിട്ട് പ്രകൃതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രകൃതിൻ്റെ സൗന്ദര്യം, അതുപോലെ തന്നെ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അതെങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 2 പോയത്തിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ മീനിങ് വളരെയധികം ഡെപ്ത് ഉള്ളതാണ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പുതിയ അപ്ഡേറ്റ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ ഓക്കെ, താങ്ക് യു.